വെൽക്കം ബാക്ക് എവ്രി വൺ. വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഫിൻസ് ബീച്ച് ക്ലബിനെ കുറിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. ഫിൻസ് ബീച്ച് ക്ലബ്ബ് വേൾഡ്സ് ബെസ്റ്റ് ബീച്ച് ക്ലബ്ബ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഈ ബീച്ച് ക്ലബിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിർബന്ധമായി നിങ്ങളെല്ലാവരും അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ ഫിൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ബാലിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് ക്ലബ്ബാണ്. ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, നമുക്ക് എവിടേക്ക് ഇരിക്കാം, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുമോ, നമുക്ക് ടവൽ ഉണ്ടാവുമോ, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞങ്ങൾ ബുക്ക് ചെയ്യാതെ ഓൺലൈനിലെ കാര്യങ്ങളൊന്നും അറിയാതെ ഡയറക്റ്റ് കയറി ചെന്നപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഫിൻസ് ബീച്ച് ക്ലബ്ബ്, അവിടെ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു തവണ അവിടെ ചെന്ന് നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫിൻസ് ബീച്ച് ക്ലബിൻ്റെ ലേ ഔട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതാണ് ഫിൻസ് ബീച്ച് ക്ലബിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇതാണ് എൻട്രി പോയിന്റിൽ വളരെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇതൊരു ബീച്ച് ക്ലബ്ബ് ആയതുകൊണ്ട് നമുക്ക് ടവലൊക്കെ കൊണ്ടുപോകാം എന്നുള്ളതൊന്നും നടക്കില്ല. ടവലൊക്കെ വരെ മേടിച്ച് വെക്കും. ടവൽ ഉള്ളിൽ അലൗഡ് അല്ല, നമ്മൾ വേറെ സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കണം. പിന്നെ ലോക്കർ സർവീസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലോക്കറിൽ വെക്കണം. അതിനും അഡീഷണൽ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറ എന്ന് പറയുന്നത് മൊബൈൽ അലൗഡ് ആണ്. ബാക്കി ഏത് ടൈപ്പുള്ള വ്ളോഗിങ് ക്യാമറ കാര്യങ്ങളൊന്നും അകത്തേക്ക് അലൗഡ് അല്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരുപാട് ഈ ബോണ്ടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്, മൺസൂൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ ആയിരിക്കും ആദ്യം കാണുന്നത്. പിന്നീടാണ് നമ്മൾ ഈ പാർട്ടി ലഗൂൺ എന്ന് പറയുന്ന ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഇത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ബീച്ച് ബെഡ്, അങ്ങനെ ഒരുപാട് പല പല സെക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഈ കാണുന്നതൊക്കെയാണ് ഈ പാർട്ടി ബെഡ്സ്, സൂപ്പർ ബെഡ്സ്, ബൂത്ത്, പ്ലാറ്റ്ഫോം, സൂപ്പർ പാർട്ടി ബൂത്ത്, പാർട്ടി ലഗൂൺ ബെഡ്, VIP ബെഡ്, ഗാർഡൻ പാർട്ടി ബെഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിലാണ് ഇത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ചാർജസ് വരുന്നത് അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ചാർജസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് ഫിൻസ് ബീച്ച് പാർട്ടി ആണല്ലോ. ബീച്ച് പാർട്ടി ആയതുകൊണ്ട് തന്നെ പാർട്ടി പ്ലാറ്റ്ഫോമിന് 20 പേര് റെക്കമെൻഡഡ് അപ് ടു 20 പീപ്പിൾ ആണ്. ഇത് വാക്കിൻ ആണെന്നുണ്ടെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നത് 2 കോടിയാണ്. 2 കോടി IDR എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 1,05,000 രൂപയോളം വരും 20 പേർക്ക് ഇവിടെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെയാണ് പാർട്ടി ലഗൂൺ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഊഹിക്കുക, 1,05,000 രൂപയുടെ അടുത്താണ് 20 പേർക്ക് വരുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ഈ പറയുന്ന പോർഷൻസ് എല്ലാം എല്ലാ ദിവസവും ഫില്ലായിരിക്കും. സീസൺ ടൈം ആണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, ഇത് എല്ലാം ഇപ്പോഴും ആൾക്കാരുണ്ടാവും. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുന്ന ഒരു ക്ലബ്ബും കൂടിയാണ്. ഇവിടെ വരുന്ന സെലിബ്രിറ്റീസ്, അവരെയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ആരൊക്കെയാണ് വരുന്നത്. വേൾഡ്സ് ബെസ്റ്റ് ബീച്ച് ക്ലബ്ബ് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം അതുപോലുള്ള അത്രയും VIP-കളും അത്രയും ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതെല്ലാം കുറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പാർട്ടി ലഗൂൺ എന്ന് പറയുന്നത് അതെല്ലാം 1 കോടി എന്ന് പറയുമ്പോൾ നമ്മളൊരു 56,000 രൂപയുടെയൊക്കെ അടുത്ത് വരും. പിന്നെ 6 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കുറഞ്ഞ് 50 ലക്ഷം രൂപയുടെ അടുത്ത്. 50 ലക്ഷം എന്ന് പറയുമ്പോൾ 26,000 രൂപയൊക്കെ വരും ഒരു 6 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർട്ടി ബെഡ്സിന്. ഇങ്ങനെയൊക്കെയാണ് ഈ ബീച്ച് പാർട്ടി നടക്കുന്നിടത്ത് നടക്കുന്നത്. പിന്നെ അതുകൂടാതെ ഗാർഡൻ പാർട്ടി ഉണ്ട്. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു പുതിയ പോർഷനാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ ഇവർ അതിനേക്കാളും കമ്പാരിറ്റീവ്ലി വളരെ കുറച്ചാണ് മേടിക്കുന്നത്. പക്ഷേ ഗാർഡനിൽ നടക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഈ പൂളിൽ നടക്കുന്ന പാർട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു വൈബ് കുറവുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. ഗാർഡൻ പാർട്ടി ഞാൻ കാര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ VIP ബീച്ച് ക്ലബ്ബ് ഉണ്ട്. VIP ബീച്ച് ക്ലബ്ബിനൊക്കെ അവർ ചാർജ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ ഈ VIP ബീച്ച് ക്ലബ്ബ് എന്ന് പറയുന്നതൊക്കെ ഫുള്ളാണ്. കാരണം നമ്മൾ ഫിൻസിൽ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ആളുകൾ, അവിടെ എത്ര ആളുകളുണ്ട്, അവിടുത്തെ നടക്കുന്ന കച്ചവടമാണ് അവിടുത്തെ ഹൈലൈറ്റ്. കാരണം ഒരു മണിക്കൂറിലും കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുന്ന ഒരു ക്ലബ്ബാണ് ഈ ഫിൻസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾ 2 പേരാണ് അല്ലെങ്കിൽ 3 പേരൊക്കെ ഉള്ളൂ, നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല, പക്ഷേ ഇവിടുത്തെ ഈ വൈബ്, ഇവിടുത്തെ സെലിബ്രേഷനൊക്കെ കാണണം, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സർഫ് ഡെക്ക് എന്നുള്ളത്. ഇത് ഫ്രീ എൻട്രി ആണ്. നമ്മളിവിടെ ചെല്ലുക, ഓർഡർ ചെയ്യുക, നമ്മൾ കഴിക്കുന്നത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, അതിന് എന്തൊക്കെയാണോ അത് മാത്രം അവിടെ സ്പെൻഡ് ചെയ്താൽ മതി. ഇതാണ് സർഫ് ഡെക്ക് എന്ന് പറയുന്നത്. ഇതൊരു മാൻടാ ബാർ ടേബിൾസ്. നമ്മൾ ഡേ ടൈമിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സർഫ് ഡെക്ക്, മാൻടാ ബാർ, പിന്നെ ഓഷ്യൻ ബാർ, ഈ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബീച്ചിൻ്റെ ആംബിയൻസിലേക്ക് ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഫ്ലിപ്പ് പാസ് ബാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഈ സർഫ് ഡെക്ക് എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് ബീച്ച് ഫേസിങ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും ബീച്ചായിട്ട് അത്ര. പിന്നെ ഈ മാൻടാ ബാറും ബീച്ച് ഫേസിങ് ആണ്. ഓഷ്യൻ ബാർ എന്ന് പറയുന്നത് ഫോട്ടോയിൽ ബീച്ചൊക്കെ കാണുമെങ്കിലും കുറച്ച് മാറിയിട്ടാണ്. പിന്നീട് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു പാർട്ടി റെസ്റ്റോറൻ്റ് ആണ്. അത് മൺസൂൺ എന്ന പേരിലുള്ള ഒരു പാർട്ടി റെസ്റ്റോറൻ്റ് ആണ്. ഈ പാർട്ടി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഫിൻസ് ക്ലബ്ബിൽ ചെന്നത്. അവിടെ
ഒരുപാട് ഗംഭീര സെലിബ്രേഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ വാക്കിനായിട്ട് കയറി ചെല്ലാൻ വരുന്ന രണ്ട് പാർട്ടി റെസ്റ്റോറന്റ് എന്ന് പറയുന്ന മൺസൂണും പിന്നെ ഈ ബോണ്ടി എന്നുള്ളതാണ്. ഇപ്പോൾ മൺസൂണാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അവിടെ ചെല്ലുമ്പോൾ ഓരോ മണിക്കൂറിലും 8 മണി, 9 മണി, 10 മണി അപ്പോഴൊക്കെ ഭയങ്കര ഈ പടക്കമൊക്കെ വെച്ചിട്ടുള്ള ഗംഭീര സെലിബ്രേഷനൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡിന് മാത്രം കാശ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ഫിൻസ് ക്ലബിൻ്റെ സെലിബ്രേഷൻസ് പിന്നെ ഞങ്ങൾക്ക് എത്ര ചിലവായി പിന്നെ ആ ഒരു ആഘോഷങ്ങളുടെയൊക്കെ വീഡിയോ ആണ് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത്.
അങ്ങനെ ഫിൻസിലെ ആഘോഷത്തോടുകൂടി ഞങ്ങളുടെ ഡേ 7 അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡേ 7ലെ ചെലവ് എന്ന് പറയുന്നത് ഞങ്ങൾ കാലത്ത് ബീച്ച് ക്ലബ്ബിൽ നിന്ന് ഒരു മോക്ടെയിൽസ് കഴിച്ചിരുന്നു. പിന്നെ ലഞ്ച്, പിന്നെ തനാലോട്ടിൻ്റെ എൻട്രി. ഫിൻസ് ക്ലബ്ബിന് ഞങ്ങൾക്കായത് 2036 ആണ്. ഹാപ്പി അവർ അത് മാക്സിമം യൂസ് ചെയ്യുക. ഹാപ്പി അവർ എന്ന് പറയുന്നത് 8 മുതൽ 9 മണി വരെയാണ്. അത് മാറി മാറിയൊക്കെ വരും. നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ആ സമയത്ത് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹാപ്പി അവർ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഡ്രിങ്ക്സ് ഹാപ്പി അവറിൽ തന്നെ മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ ലാഭം ഉണ്ടാവും. അല്ലെങ്കിൽ കത്തി റേറ്റാണ് അറിയാലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡേ 7. പിന്നെ ഉള്ളിൽ ചെറിയ പനിയും വെച്ചിട്ടാണ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഡേ 8 എന്ന് പറയുന്നത് ഫുള്ള് റൂമിൽ തന്നെയായിരുന്നു. എവിടെയില്ല, റെസ്റ്റ്, ഫുൾ റെസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചിട്ടങ്ങ് കിടന്നങ്ങ് ഉറങ്ങി റെസ്റ്റ് എടുത്തു. വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് തന്നെ. അങ്ങനെ പോയി ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിച്ചതോടുകൂടി ആ ഒരു ഡേ 8 തീർന്നു. ഡേ 9 എന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ ഡേ 7 ആൻഡ് ഡേ 8 എന്ന് പറയുന്നത് 6085 രൂപയാണ് 2 പേർക്ക് ആയത്. അതിനകത്ത് ഡേ 8ൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഫുൾ റെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ പ്രോപ്പർട്ടി തന്നെ അങ്ങ് റെസ്റ്റ് എടുത്ത് അവിടെ തന്നെ അങ്ങ് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡേ 7 ആൻഡ് ഡേ 8 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഏകദേശം ഐഡിയ ഇട്ട് നിങ്ങൾ ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് എത്രയായിരിക്കും എന്നുള്ളത്. അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ബാലി ടു കൊച്ചി, സിംഗപ്പൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ സിംഗപ്പൂർ വഴി പോകുന്നതിൻ്റെതായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അത് ലാസ്റ്റ് എപ്പിസോഡായിരിക്കും. സോ ഈ ബാലി സീരീസ് ഞങ്ങളുടെ കൂടെ ഡിജിറ്റലി യാത്ര ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.